ട്രാൻസ്ഫോർമേഷനാ. അപ്പൊ നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ക്രിക് പാർട്ടി മൂവിയാണ്. ಟೋಟಲ್ ಚೇಂಜ್. ಇವಳ ರಾತ್ರಿ ಯಾವ್ದೋ ಹುಡುಗನ ಜೊತೆ ತಿರುಗ್ತಿದ್ದನ್ನ ನಾನೇ ನೋಡಿದ್ದೀನಿ. ഓ ഊളക്കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ആൾക്കാർ. മറ്റേ വെള്ളടിക്കുന്ന വീഡിയോ അല്ലേ വന്നത്? ಮಗ ಈ ವಿಡಿಯೋ ನೋಡಿದೀನಿ. ಇದು ಬೇರೆ ಯಾವ ವಿಡಿಯೋ ಅಲ್ವಾ? ഓ കണ്ടല്ലെല്ല കണ്ടിസു മറ്റേതുപോലെ നിന്ന കണ്ടരെ രക്ത കുതിത്തിതേ. കലിപ്പ്. ആൾക്കാര് മറ്റേത് പറയാൻ തുടങ്ങി. ಈಜ ಸುಳ್ಳ ಸುತ್ತು ನಾಲಿಗೆ ನಿನ್ನ ಸೀಳುವ കലിപ്പായി. ಕಂಡ ಕಂಡಲೆಲ್ಲ ಖಂಡಿಸೋ ನಿನ್ನ ಕಂಡರೆ ರಕ್ತ ಕುದಿತಿದೆ. ನೋಡಿಸ್ಕೊಂಡ ನಮ್ ಜೂಲಿ ಮಿಸ್ ಎಣ್ಣೆ ಹೊಡೆದ ಐಟಮ್ ಮಾಡಿದವ್ರಿಗೆಲ್ಲ ಶತಾಂಜಲಿ ಬೇರೆ ಕೇಳು. വെള്ളടിച്ചതിന്റെ ആ ഒരു സംഭവം ആട്ടോ എല്ലാരും ഇപ്പൊ പറയുന്നത്. അത്രയും കാലം പിടിക്കാത്ത ആളാണ്. ಅವಳ ಜೊತೆ ಮಾಡ್ತಾ ಇರೋ ಕೆಲಸನೇ ಇಲ್ಲ ಕಣ. ഓ കൊടുക്കാൻ സാധ്യതയുണ്ട് കേട്ടാ. ಬೂದಿಯಲ್ಲಿ ಮುಚ್ಚಿರುವ മോനെ പെട്ടെന്ന് സീന്. ಮೇಲೂ ಒಬ್ಬೆಯಾಗೋ ಆಸೆಯಂತೆ. ഓ സീൻ മാറി. അത് മോശം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അതാണ് മോശം കാര്യം. ಒಳಗಿನಲ್ಲಿ ಮನಸ್ಸಿಲ್ಲ ಸಾವು ಸೆರೆಗೆ ಸಿಕ್ಕಾಗ ನಿನ್ನ ನೆರಳು ಉಳಿಸೋಲ್ಲ. ഇത്രയും നേരം കണ്ട ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ മാറി. മോനെ അല്ല അവിടെ മറ്റേ ഇമോഷൻ സീനും മറ്റേ രീതി കാണിച്ചില്ല. ഇല്ല ഓവറായിട്ട് ആള് കുറച്ചൊരു കലിപ്പിലോട്ട് വരുന്നതായി കാണിച്ചത്. അതെല്ലാം പക്ഷെ മ്യൂസിക്കലി ആട്ടോ പോകുന്നത്. എന്തും പോകുന്ന മ്യൂസിക്കലായിരിക്കും. ആ സാവനല് സരിതപ്പ് അത് വിടണം അങ്ങനെ പറയരുത്. ഇപ്പൊ അങ്ങനെയല്ല പറഞ്ഞോണ്ടിരിക്കും. ലൈൻ അതാട്ടോ മീനിങ് എല്ലാരും അടുത്ത് അടിക്കാണല്ലോ. ಸುಳ್ಳ ಸುತ್ತು ನಾಲಿಗೆ ನಿನ್ನ ಸೀಳುವ ರೋಷ ಮುಗ್ಗಿದೆ. ಕಂಡ ಕಂಡಲೆಲ್ಲ ಖಂಡಿಸೋ ನಿನ್ನ ಕಂಡರೆ ರಕ್ತ ಕುದಿತಿದೆ. ടോട്ടലി പടം മാറി. ആളുടെ കലിപ്പ് മാറുന്നില്ല അടിച്ചിട്ട്. കൊറേ കേക്കുന്നില്ലേ? ഇവിടെ ഒരു കാന്താര എഫക്റ്റ് ഒന്നല്ലേ മറ്റേത് വെച്ച് നോക്കുമ്പോ മാറി. ಆಡಿದಂತ ಆಟಕ್ಕೆಲ್ಲ ಲೆಕ್ಕ ಕೊಡಲೇಬೇಕು. ಪೂರ್ತಿ ಬಾ ಹೆದರಿಸುವ
ഫേസ് വെച്ചിട്ടും കലിപ്പ് കാണിച്ചല്ലേ. അധികം ആള് ട്രാൻസ്ഫോം ആവാണ്. ട്രാൻസ്ഫോർമേഷനാ. നേരെ ഒരു ട്രാൻസിഷൻ ഇട്ട് നേരെ മാറ്റിയ ആളാ. മോനെ വേറെ അടി, ഇത് വേറെ അടി. ലുക്ക് ചേഞ്ച് ആയി മൊത്തത്തിലേ. ആളെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അറിയില്ല, പെട്ടെന്ന് മാറി. ഇതാ കലിപ്പ്. കൂടെയുള്ളവരുണ്ടാവും കൂടെ. എല്ലാരും ലുക്ക് മാറി. സീനിയർ സൈൻ ഏകദേശം ഇവര് റാഗ് ചെയ്യാൻ തുടങ്ങി. ഡൗട്ടുണ്ട്. 3 years 6 semesters and 2 backlogs later. അങ്ങനെയുള്ള സാധനം. ഇത് ഏകദേശം പ്രേമത്തിന്റെ ഒരു ഷോട്ട്. ഇത് പ്രേമത്തിന്റെ ആ ഒരു പെട്ടെന്നൊരു നിർത്താതെ ഇരിക്കുമ്പോ ഏകദേശം ഭരിക്കുന്ന ഒരു സംഭവം എന്നല്ല. ഫ്രഷേഴ്സ് ഡേ ആണോ? നമുക്ക് ആ ഒരു സംഭവത്തിലോട്ട് പോയി ഏകദേശം അല്ലെ. ശരിക്കും എന്താ പറയാ, ആ ഒരു ഇൻസിഡന്റ് അവിടെ നടന്നിട്ട് അതിനെ വലിയ കാര്യമായിട്ട് കുറെ അങ്ങോട്ട് ഇത് കാണിച്ചില്ല. പക്ഷെ അവിടെ ഒരു സൈലൻസ് മൊമെന്റ് ഉണ്ടായിരുന്നു. ആ മൊമെന്റ് കഴിഞ്ഞ് പിന്നെ ആളെ ഏകദേശം ആ ഒരു ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കേട്ടിട്ട് ആൾക്ക് കലിപ്പിളകിയിട്ടാണ് അങ്ങനെയായി മാറിയത്. അതും ആ ഒരു പിന്നീടുള്ള വർഷങ്ങൾ അഗെയിൻ കാണിക്കാണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു 3 years സംഭവം കാണിച്ച ഏകദേശം 4th yearലോട്ട് അവർ ഏകദേശം സീനിയേഴ്സ് ആയി എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ അതിനകത്ത് ആ ട്രാൻസ്ഫോർമേഷനിൽ രക്ഷശെട്ടിയുടെ ലുക്ക് എന്ന് പറയുന്ന കിഡ് ലുക്ക്, പ്രത്യേകിച്ച് ആ ഒരു ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് ആൻഡ് ആ ഒരു ഷർട്ടിൽ നടന്നു വരുന്ന സമയത്താണെങ്കിൽ ഭയങ്കര ഒരു സ്റ്റൈലിഷ് സ്വാഗ് ലുക്ക് ഉണ്ട്. ആൻഡ് അത് മാത്രമല്ല ഏകദേശം ആളുടെ ടോട്ടലി ക്യാരക്ടർ മാറി. നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു കർണൻ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ല ഇപ്പൊ ഉള്ളത് അല്ലെ. ആ ലുക്ക് മാറ്റിയതും ഒരിക്കലും മറ്റേ രീതിയിലല്ല. അതായത് ഡയറക്റ്റ് ആ ഒരു ലുക്ക് മാറ്റിയിട്ടല്ല കലിപ്പ് കാണിച്ചത്, കലിപ്പിലോടുകൂടിയാണ് ലുക്ക് മാറിയത്. ഏകദേശം അവിടെ നിന്ന് തന്നെ കലിപ്പ് സ്റ്റാർട്ട് ചെയ്തു. 3 വർഷമായിട്ട് ഇങ്ങനെ കലിപ്പിലാണ് ആള് എന്നുള്ളതാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ് സംഭവം. അതായത് ആളുടെ അതാണ് കണ്ണധികം കാണിക്കുന്നില്ല, ഫുള്ള് കൂളിംഗ് ഗ്ലാസ്സിലുള്ളത്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോ എല്ലാ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഇട്ട ആ ഒരു ഫീലാണ് നമ്മളെ കാണിക്കുന്നത്. പിന്നെ ഏകദേശം ഒരു കാന്താര എഫക്ട് ഇല്ലേ. ശരിക്കും എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് കാന്താരയുടെ ഇൻസ്പിറേഷൻ. കാരണം ഇതിനകത്ത് ആ ഒരു സാധനം കിട്ടി. ഇപ്പൊ ആ ഒരു ബീജം പെട്ടെന്ന് വന്ന സമയത്ത് നമ്മളെ പ്രേമത്തിൽ ഇതുപോലത്തെ ഒരു സോങ് ഇല്ലേ, മറ്റേ അത് അതിലൊരു ട്രാൻസ്ഫോർമേഷൻ മാറ്റായിരുന്നു. അവിടെയും മറ്റേ വേറൊരു സംഭവത്തിലാണ് കാണിക്കുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് പറയുന്ന രണ്ടിലും ഒരു വ്യത്യാസങ്ങളുണ്ട്. അതായത് മൂവി അപ്പാടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് തോന്നില്ല. ഇത് കുറച്ചും കൂടി ക്യാമ്പസ് പടമാണ്. ഇതിനെയാണ് ശരിക്കും ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാൻ ശരിക്കും. കാരണം അപ്പാടെ എടുത്തു വെച്ചാലാണ് അതൊരു കോപ്പി ആവുക. ഇതിലെന്ന് പറയുന്നത് ഇൻസിഡൻസ് എന്താ പറയാ ഡിഫറെന്റ് ആണ്, നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. ആൻഡ് പിന്നെ ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സും കുറച്ച് ഡിഫറൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. അതായത് ഇതിനകത്ത് കുറച്ചും കൂടി ആ ഒരു മറ്റേ സംഭവം വെച്ച സമയത്ത് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് കാണിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പൊളിച്ചടക്കി ശരിക്കും ആ ഒരു ഇമോഷൻ സീൻ നമ്മൾ മറപ്പിച്ചുകൊണ്ട് ആ ഒരു പെട്ടെന്നൊരു കലിപ്പ് മോഡലോട്ട് വന്നു. കലിപ്പ് മോഡൽ വന്നിട്ട് ഇനിയുള്ള സംഭവങ്ങളാണ്. കാരണം ഏകദേശം ഇപ്പോ ഇന്റർവെൽ ആയോ അറിയില്ല, ഇന്റർവെൽ ഏകദേശം പകുതി, ഇനിയോണ്ട് രശ്മിക പകുതി വരെ ഉള്ളു മൂവിയുടെ. പക്ഷെ ആ ഉള്ള ഭാഗത്ത് ഭയങ്കര ഒരു ഇമ്പാക്ട് നമുക്ക് തരുന്നുണ്ട്. ആ ഒരു ഭയങ്കര ഒരു സോള് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. കാരണം നമുക്ക് ഒരിക്കലും ഒരു പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ളൊരു സംഭവം. എന്തായാലും അത് കണ്ടു തന്നെ അറിയണം എന്താ വരാൻ പോകുന്നുള്ള. അടുത്ത വീഡിയോയിൽ കാണാം.